ഏവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജപ്പാനിൽ അതിതീവ്ര ഭൂകമ്പ സാധ്യത പ്രവചന റിപ്പോർട്ടാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. പസഫിക് തീരത്തെ നൻകായ് ട്രഫിൽ ഉണ്ടായേക്കാവുന്ന ഈ അതിതീവ്ര ഭൂചലനത്തെ തുടർന്ന് വൻ സുനാമി സാധ്യതയുമുണ്ട്. 3 ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നും 100 കണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കാമെന്നും വിദഗ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും രൂക്ഷമായി നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. നൻകായ് ട്രഫ് എന്നറിയപ്പെടുന്ന മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 8 മുതൽ 9 വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിന് 80% സാധ്യതയുണ്ട് എന്നാണ് ജപ്പാൻ സർക്കാർ വിലയിരുത്തിയിട്ടുള്ളത്. രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് പസഫിക് തീരത്ത് 900 കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൻകായ് ട്രഫ് സ്ഥിതി ചെയ്യുന്നത്. 100 മുതൽ 150 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ ഇവിടെ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. 2024 ഓഗസ്റ്റ് മാസത്തിലാണ് അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിലുള്ള മുന്നറിയിപ്പ് ജപ്പാൻ ആദ്യമായി പ്രവചിക്കുന്നത്. തീവ്രത 9 അതിലധികമോ ആയ ഭൂചലനങ്ങളെയാണ് മെഗാക്വക്ക് അഥവാ അതിതീവ്ര സംഹാരശേഷിയുള്ളവ എന്ന് വിളിക്കുന്നത്. ഇത്തരം ഒരു ഭൂചലനം ഉണ്ടായാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയിൽ $1.81 ട്രില്യൺ നഷ്ടം ഉണ്ടായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തീവ്രത 9 രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകുന്ന പക്ഷം 10 ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യവുമുണ്ട്. രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ 10% വരും ഇത്. തണുപ്പ് കാലത്ത് രാത്രി വൈകിയാണ് അതിതീവ്ര ഭൂചലനം ഉണ്ടാകുന്നതെങ്കിൽ 2,98,000 പേർക്കെങ്കിലും ജീവൻ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട്. അതേസമയം മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിനിടെ 700 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. പ്രാദേശിക സമയം ഉച്ചയോടെയായിരുന്നു മ്യാൻമറിനെ പിടിച്ചുകുലുക്കിയ പ്രകൃതി ദുരന്തമുണ്ടായത്.